അപ്പം ഗായ്സ് ബ്ലാസ്റ്റേഴ്സ് ഫെയർ എന്ന് പറഞ്ഞ ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ കപ്പ് സാധ്യതകളെ പറ്റിയിട്ടാണ്. ഇതിനെപ്പറ്റി അധികം ആരും വീഡിയോ ഇട്ടതായി ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ തൽക്കാലം തന്നെ ഫസ്റ്റ് വീഡിയോ ഇടാന്ന് വെച്ചത്. സോ നമ്മുടെ സൂപ്പർ കപ്പ് പ്ലാൻസ് എന്ത് ചെയ്താലാണ് നമുക്ക് കപ്പടിക്കാൻ പറ്റുക എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിന് മുന്നേ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ ലൈക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാവരും ലൈക്ക് ചെയ്ത് കാണുക. കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു സൂപ്പർ കപ്പിൻ്റെ എവിടെ വെച്ചിട്ടാണ് അതിൻ്റെ വെന്യൂ എപ്പോഴാണ് സമയം അതെല്ലാം വെച്ചുകൊണ്ട് നിലവിൽ റിപ്പോർട്ടൊക്കെ നേരത്തെ തന്നെ വന്നിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഫിക്സ്ചർ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നിലവിൽ എന്താ ഫിക്സ്ചറും കൂടി വന്നിട്ടുണ്ട്. സോ സൂപ്പർ കപ്പിൻ്റെ ഫിക്സ്ചറും കൂടി നോക്കാം. അതിന് മുന്നേ നമ്മൾ TGP എന്താണ് പറഞ്ഞതെന്നും കൂടി നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. സൂപ്പർ കപ്പ് നമ്മുടെ ബ്ലാസ്റ്റേഴ്സിനുള്ള സാധ്യതകളെ പറ്റി ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ച സമയത്ത് TGP പറയുന്നത് എന്താ വെച്ചാൽ TGP പറയുന്ന ഭാഗം ഞങ്ങൾ ഇത്തവണ സീരിയസ് അപ്രോച്ചാണോ അതോ വെറുതെ ഒരു ഫണ്ണി അപ്രോച്ചാണോ എന്ന് TGPയോട് ചോദിച്ചിരുന്നു. സോ TGP അവൻ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ഫണ്ണി അപ്രോച്ചൊന്നുമല്ല, ഞങ്ങൾ സീരിയസ് ആയിട്ട് തന്നെയാണ്. കാരണം AFC സ്പോർട്ടിലേക്കുള്ള ഒരു സാധ്യതയാണ്. FC യിലേക്കുള്ള ലൈസൻസ്ഡ് ടൂർണമെൻറ്റാണ്. അത് നമുക്കിത് ജയിച്ചു കഴിഞ്ഞാൽ ഒരു നമുക്ക് രാജ്യത്തെ തന്നെ റെപ്രസെൻ്റ് ചെയ്ത് പോകാമെന്നുള്ളതാണ്. ഈ ഒരു ACL ഒഡീഷയും മോഹൻ ബഗാനൊക്കെ പോയ മാതിരി അവർ നമുക്കും പോകാം എന്നാണ്. സോ അതുകൊണ്ട് തന്നെ ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെയാണ് കാണുന്നത് എന്നാണ് കോച്ച് പറയുന്നത്. അതിൻ്റെ ഒരു മൂപ്പർക്ക് ഒരു കോമഡി പറ്റി. എന്താ വെച്ചാൽ TGP പറയുന്നതിൽ സൂപ്പർ കോപ്പ് എന്നായിപ്പോയി. സൂപ്പർ കപ്പ് എന്ന് പറയുന്ന കാര്യം ഞങ്ങൾ സൂപ്പർ കോപ്പ് നേടിക്കുന്നതാണ്. അത് ചെറുതായിട്ട് ഇപ്പോൾ ഫാൻസിൻ്റെ ഇടയിൽ ഇപ്പോൾ ഭയങ്കര ട്രെൻഡായിട്ട് കൊണ്ടിരിക്കുകയാണ് സൂപ്പർ കോപ്പ്. സൂപ്പർ കോപ്പ് തന്നെ കോപ്പാവുമോ എന്നൊക്കെ നമുക്ക് കണ്ടാൽ അറിയേണ്ടിയിരിക്കുന്നു. പിന്നെ ഇവിടെ അധികം കാലം നിങ്ങൾക്ക് നിൽക്കേണ്ട ആവശ്യം വരില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പിടിച്ച് സാക്ക് ചെയ്യാനുള്ള വഴി എന്നാലും ഇത് TGP കൊടുക്കുന്ന ഒരു അവസാന അവസരമാണ്. ഇനിയും എങ്ങനെ TGP പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മെയിൻ കോച്ച് പോലും ഇല്ലാതെയാണ് നമ്മൾ സൂപ്പർ കപ്പ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇതിനുള്ള നമ്മൾ കപ്പ് നേടുമെന്ന് ചിലവർക്ക് പ്രതീക്ഷ വരുന്നത്. വെറും 4 വിജയം അകലെയാണ് നമ്മുടെ കപ്പ്. മനസ്സിലായി? അതും ഒരു മാസത്തോളം സമയമുണ്ട്. ഫുൾ സ്ട്രെങ്ത് സ്ക്വാഡാണ്. സോ ഫിക്സ്ചറിൽ നോക്കുകയാണെങ്കിൽ തന്നെ വെറും 4 മത്സരങ്ങൾ ശേഷം 4 മത്സരം എന്ന് വെച്ചുമ്പോൾ കളി ജയിക്കണം. 4 മത്സരം അൺബീറ്റൺ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിരുന്ന ഈ ട്രോഫി നമ്മുടെ ഷെൽഫിൽ എത്തിക്കാം. എന്നാൽ ഇത് അത്ര എളുപ്പമാണോ ചോദിച്ചാൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. നമുക്കിതിന് ഫിക്സ്ചർ ഒന്ന് നോക്കാം. ഫിക്സ്ചർ നിങ്ങളൊന്ന് നോക്കുക. മോഹൻ ബഗാൻ I ലീഗ് 3rd വിന്നേഴ്സും ആയിട്ടായിരിക്കും നമുക്ക് റൗണ്ട് ഓഫ് 16 പറയാം. മോഹൻ ബഗാനും I ലീഗ് 3rd വിന്നേഴ്സ്. I ലീഗിലത്തെ ആ ഒപ്പോണൻറ്റ് ഞാൻ പേര് പറയുന്നില്ല, കാരണം I ലീഗിൽ ഇപ്പോൾ അൺപ്രഡിക്റ്റബിളാണ്. സോ നമുക്കിപ്പോൾ അത് പറയാൻ കഴിയില്ല. ISL 8th ISL 9th ഇത്തവണ ISL 8th 9th നമുക്ക് ചെക്ക് ചെയ്യാം. ISL 8th 9th നിൽക്കുന്ന ടീമുകളെന്ന് പറയുന്നത് നമ്മുടെ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ 8th നിൽക്കുന്നത് പഞ്ചാബും പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പഞ്ചാബിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുമ്പം മോശമാണ്. പക്ഷേ സ്റ്റിൽ പഞ്ചാബ് ഈസ് വെരി സ്ട്രോങ്. നമ്മളെ ഫസ്റ്റിലൊക്കെ തന്നെ വന്ന് പൊട്ടിച്ച ടീമാണ് നമ്മൾ കൊച്ചിയിൽ വന്നിട്ട്. സോ നമ്മളത്ര നിസ്സാരക്കാരാക്കിയത്. ഇനിയിപ്പം അത് കടന്നാൽ തന്നെ വന്ന ഒപ്പോണൻ്റ് ആരാ നോക്കുക. നമ്മൾ ജയിച്ചാൽ മോഹൻ ബഗാൻ എന്തുവാ ക്വാർട്ടർ ഫൈനലിൽ നമ്മൾക്ക് മോഹൻ ബഗാനെ കിട്ടൂ. മോഹൻ ബഗാനൊക്കെ കിട്ടിക്കഴിഞ്ഞുള്ള അവസ്ഥകളെന്ന് വെച്ചാൽ മോഹൻ ബഗാനൊക്കെ നമ്മളെ വലിച്ചു കീറും തന്നെ പറയേണ്ടി വരും. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ 8th 9th കഴിഞ്ഞാൽ ISL 5th ഫിനിഷ് ചെയ്ത ടീമും ഹൈദരാബാദുമായിട്ടാണ് മനസ്സിലുള്ളത്. സോ ഹൈദരാബാദ് എന്ന് പറയുന്നത് 12ാം സ്ഥാനത്തുമാണ്. 5ാം സ്ഥാനത്ത് നിലവിൽ ജംഷഡ്പൂറാണുള്ളത്. സോ ജംഷഡ്പൂരിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ജംഷഡ്പൂർ ഹൈദരാബാദിനെതിരെ ഇറങ്ങും ആണെന്ന് പറയേണ്ടി വരും. ജംഷഡ്പൂരിന് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരിതാണ്. പിന്നെ ISL 4th മുഹമ്മദൻസും ആയിട്ടാണ് മത്സരം ഉണ്ടാവുക. ISL മുഹമ്മദൻസിന് എതിരാളികളാവാൻ നോക്കുക വെച്ചാൽ ബാംഗ്ലൂരുമാണ്. ബാംഗ്ലൂരു 8 എതിരാളി. നമ്മൾ നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മാത്രമാണ് ഇത്രയും സ്ട്രോങ് ഒപ്പോണൻസിനെ കൊണ്ടുവന്നിരിക്കുന്നത്. പഞ്ചാബ് FC സ്ട്രോങ് ലീഗ് നമ്മൾ ഇനി പഞ്ചാബ് FCയെ കടന്ന് നമ്മൾ ക്വാർട്ടറിൽ പ്രവേശിച്ചെന്ന് കരുതുക. മോഹൻ ബഗാനാണ് നമ്മളെ ക്വാർട്ടറിൽ കിടക്കുന്നത്. അതാദ്യം മനസ്സിലാവും. മോഹൻ ബഗാനാണ് നമ്മുടെ ക്വാർട്ടർ. മോഹൻ ബഗാനെ തകർത്താലേ പിന്നെ എന്തെങ്കിലും പ്രതീക്ഷയുള്ളൂ. മോഹൻ ബഗാൻ്റെ സ്ക്വാഡിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോ എൻ്റെ അഭിപ്രായത്തിൽ ഈ സീസണിൽ നമ്മൾ സൂപ്പർ കപ്പ് ക്വാർട്ടർ ഫൈനലിൽ തന്നെ ഔട്ടാവുന്നതാണ് എൻ്റെ പ്രഡിക്ഷൻ. ഗൈസ് നിങ്ങളുടെ പ്രഡിക്ഷൻ എന്താണെന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല, കാരണം വെറും 4 മത്സരം അകലെയാണ് നമ്മുടെ കപ്പ് എന്ന് പറയുന്നതെങ്കിലും ആരാണ് എത്ര വലിയ കടമ്പയാണ് കിടക്കേണ്ടതെന്ന് നോക്കുക. ഇതൊക്കെ വെച്ചിട്ടാണോ നമ്മുടെ TGP സൂപ്പർ കപ്പ് അടിക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്? എന്ത് തള്ളാണ് ഇവന്മാരുടെ തള്ളിനൊരു കുറവില്ല. ഇത്ര തോറ്റാലും ഞങ്ങൾക്ക് ഇനി കപ്പടിക്കും, ഇനി ഞങ്ങൾ തിരിച്ചു വരും. ഇതെന്തോന്ന് ഇനിയിപ്പോൾ അടുത്ത സീസൺ നോക്കാം. എന്തിപ്പോൾ അത് ഒന്നും നടക്കാൻ പോകുന്നില്ല. സൂപ്പർ കപ്പല്ല, ഒരു സൂപ്പർ കോപ്പൊന്നും നടക്കാൻ പോകുന്നില്ല. ഒരു FC ലൈസൻസും പോലും നമ്മൾക്കില്ല, അറിയോ? ഈ കപ്പടിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഇത് ഭയങ്കര സ്ട്രോങ് ഒപ്പോണൻസാണ് പഞ്ചാബ് FC. പഞ്ചാബ് FC പോട്ടെ, ഇന്നത്തെ മത്സരത്തിൽ അത് നിശ്ചയിക്കപ്പെടും എന്നുള്ളതാണ്. കാരണം ഇന്ന് നമ്മൾ ജയിച്ചാൽ അത് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. നമ്മൾ 8th വരുള്ളൂ, അല്ലെങ്കിൽ 7th. അത് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നതാണ്.
പക്ഷേ എന്തായാലും മോഹൻ ബഗാൻ തന്നെയായിരിക്കും നമ്മുടെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കുക. കാരണം മോഹൻ ബഗാൻ്റെ സ്ക്വാഡിനെ പറ്റി നമുക്ക് നന്നാക്കി അറിയാം. ഐ ലീഗത്തെ ഒരു ടീമാണ് മോഹൻ ബഗാൻ വരുന്നത്. മോഹൻ ബഗാൻ അത്ര ചെറിയ ടീമാണ് ഒപ്പോണൻറ്റ്. പിന്നെ നമ്മളെന്ത് ചെയ്യും? അല്ലെങ്കിൽ മോഹൻ ബഗാനായിട്ട് അവരുടെ യൂത്ത് ടീമിനെങ്കിലും ഇറക്കിയാൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ പ്രാർത്ഥന. എന്നാലും നമുക്ക് എന്ത് സാധ്യതയുള്ളൂ എന്ന് തന്നെ പറയേണ്ടി വരും. ഞാൻ പറയുന്നത് നമ്മൾ ക്വാർട്ടർ ഫൈനലിൽ തന്നെ നമ്മൾ വീട്ടിലേക്ക് മടങ്ങും എന്നാണ്. ഇത് വെറുതെ ഒരു പ്രതീക്ഷയാണ്. ഒരു പ്രതീക്ഷയും വേണ്ട. കാരണം പ്രധാനമായും നമുക്കൊരു കോച്ച് പോലും മര്യാദയ്ക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. കോച്ച് പോലും ഇല്ലാതെ നിങ്ങൾ എങ്ങനെ കപ്പടിക്കുന്നതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? അത് മാത്രമല്ല, പ്രത്യേകിച്ച് ആടി ഉലയുന്നൊരു ഡിഫൻസും മാത്രമല്ല, മോഹൻ ബഗാനെ പോലെ ഒരു കരുത്തനായൊരു ടീമും ആൻഡ് ഷീൽഡ് വിന്നർ കോച്ചും ഒക്കെ ഉള്ള അവരുടെ ടീമിനെ എങ്ങനെ പരാജയപ്പെടും? എന്തോന്ന് ഈ സൂപ്പർ കപ്പിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്നാലും ശരി, ബൈ.